അമൃത ടെലിവിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ടു വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 ൽ മത്സരിച്ച് വിജയിക്കുന്നവരെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആൻഡ് പറക്കാട് നേച്ചർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ joining with us is our beloved judges. Let's welcome Ramesh Pishardi, the very gorgeous Rachana Narayanankutti. Once upon a time സീസൺ 4 സത്യം പറഞ്ഞാൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് ഏജ് ഗ്രൂപ്പിലെയും കണ്ടസ്റ്റൻസിന് പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരാർത്ഥികളായിട്ട് ഇവിടെ എത്തുന്നത് രണ്ട് കൊച്ചു മിടുക്കരായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ദം, അൻഷിത ആൻഡ് അമൃത. രണ്ട് വലിയ ആൾക്കാരായി പോയല്ലോ. അൻഷിത അല്ലേ? ഇത് അമൃത. വെൽക്കം. അമൃതയ്ക്ക് ഒരു കാര്യം അറിയോ? ഞങ്ങളുടെ ചാനലിന്റെ പേര് അമൃത എന്ന് തന്നെയാ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ? അല്ലേ? അല്ലേ? അതെ. ഇതാരാ? അൻഷിതയോ? അൻഷിത. യെസ്. അൻഷിതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ ഉമ്മ, വാപ്പ, താത്ത. അപ്പൊ ഇതാരാ? അതെന്റെ താത്ത. അതെ, അൻഷിതയുടെ താത്ത ആക്ച്വലി നമ്മുടെ ഫ്ലോറിൽ മുൻപ് വന്നിട്ടുണ്ട് സീസൺ 2 അതെ, അർഷിത അല്ലേ? അർഷിത ഈ ഫ്ലോറിൽ വന്ന് സ്റ്റാൻഡപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആണോ? അമൃതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മുമ്മ. അപ്പൂപ്പന്റെ പേരെന്താ? രാധാകൃഷ്ണൻ. അച്ഛന്റെ പേരെന്താ? അനിൽകുമാർ. അച്ഛനാണോ അപ്പൂപ്പനാണോ കൂടുതൽ കോമഡി? രണ്ടുപേരും വീട്ടിൽ ഭയങ്കര കോമഡിയാണോ? അൻഷിതയുടെ വീട്ടിൽ ആരാ കൂടുതൽ കോമഡി പറയുന്ന ആള്? എന്റെ വാപ്പ. വാപ്പ ഭയങ്കര കോമഡിയാണോ? ആഹാ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 3. താനോ? 3. രണ്ടുപേരും 3-ലാണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി രണ്ടുപേർ, ഒരു ടീച്ചർ ഇവിടെ ഉണ്ട് കേട്ടോ. ടീച്ചർ നിങ്ങളോട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ 2 കുട്ടികളോടും ചോദിക്കൂ. ഓക്കെ. ഏത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം? ഇംഗ്ലീഷ്, മലയാളം. ഓ, ഏത് സബ്ജക്റ്റ് ആയിട്ട് ഇഷ്ടം? EVS-ഉം പിന്നെ മാത്സും മലയാളം. മാത്സും മലയാളവും EVS-ഉം ഒക്കെ ഇഷ്ടമാണ്. അപ്പോ ശരി, EVS എന്നൊരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. എങ്ങനെയാ നമ്മൾ ഭക്ഷണം കഴിക്കണേ? കൈ കഴുകിയിട്ട്. ഓക്കെ, കൈ കഴുകുമ്പോ എത്ര സമയം കൈ കഴുകണം? കഴുകിക്കോ. അത് പഠിച്ചിട്ടില്ല അല്ലേ EVS-ല്? അല്ല, ഞാൻ ഇതൊന്നും അല്ല ചോദിക്കുന്നേ. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ കൈ കഴുകണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി പഠിപ്പിക്കും. ഇത് എന്താണ് EVS? എൻവയോൺമെന്റൽ സയൻസ്. അത് ഞാനൊന്നും പഠിക്കുമ്പില്ലല്ലോ. ഞാൻ പഠിക്കുമ്പോണ്ടായിരുന്നു EVS. അതൊക്കെ നീ കൈ കഴുകാതെ തിന്നുന്ന കണ്ടിട്ട് ടീച്ചർ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നതാ, മോളെ അങ്ങനെയല്ല തിന്നണ്ടെന്നുള്ളത്. ഇത് വന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വേറെ ഏതൊക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? മാത്സ്. മാത്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. വലിയ പാടാണ്. വിരലിങ്ങനെ മടക്കാൻ പാടില്ല, അല്ലാതെ പറയണം. അപ്പൊ ഗുണനമില്ല, ഹരണം അധികം വേണ്ട, കുറയ്ക്കൽ കുറവ്. ഓക്കെ, അപ്പോൾ എന്റെ ചോദ്യം, 6-ൽ നിന്നും 2 കുറഞ്ഞാൽ എത്രയാണ്? കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അമൃതയോടാണ് ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാം. അമൃതേ, ഒരു കണക്ക് തന്നെയാണ് ചോദിക്കാൻ പോണേ. കുസൃതി ചോദ്യമാണ്. തല കുത്തി നിന്നാൽ വലുതാവുന്നത് ആരാ? തല കുത്തി നിന്നാൽ ക്ലൂ തരാം. മാത്സ് ആണേ. ഇനി പറ.
ആ ഒരു സംഖ്യയാണ്. തല കുത്തി നിന്നാൽ വലുതാവുന്ന ഒരു സംഖ്യ. സംഖ്യ എന്ന് പറയുമ്പോ ഡിജിറ്റ്. ഒരക്കം, ഒരു ഡിജിറ്റ് ഇങ്ങനെ എഴുതിയ ചെറുതാണ്, ഇങ്ങനെ എഴുതിയ വലുതാണ്. 6. രണ്ടുപേരും മിടുക്കികളാണ്. ഇനി അടുത്തതൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. A ഫോർ ആപ്പിൾ എന്ന് പറയുന്നത് പോലെ Z ഫോർ സീബ്ര. വെരി ഗുഡ്. അത് ആരോട് ചോദിച്ചു? അമൃതയോട് ചോദിച്ച ചോദ്യമല്ലേ അത്? എനിക്കറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. അമൃതയോടെ ചോദിച്ചതെന്ന് അറിയില്ലായിരുന്നോ? ശരി, എന്നാ അമൃതയോട് ഞാൻ വീണ്ടും ചോദിക്കാൻ പോവാണ്. ഞാനൊരു പാട്ടിന്റെ ആദ്യത്തെ 2 വരി പാടും, അതിന്റെ ബാക്കി പാടണം. ഓക്കെ? കാക്കേ കാക്കേ ഡാഷ്. കാക്കേ കാക്കേ കൂടെ. ഓ മിടുക്കി. ബാക്കി എന്താ? കൂട്ടിനകത്തൊരു ഡാഷ് ഉണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് ഡാഷ് കൊടുത്തില്ലേ? കുഞ്ഞിന് ഡാഷ് കൊടുത്തില്ലേ? കുഞ്ഞിന് ഡാഷ് കൊടുക്കാഞ്ഞാൽ കുഞ്ഞിന് തീറ്റ കൊടുത്തു. കുഞ്ഞ് കിടന്ന് കരയൂലേ? അടിപൊളിയാണ്. രണ്ടുപേരും ഒരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് രണ്ടുപേരും. ഇനി 2 ജനറൽ നോളജ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തീരും. പെട്ടെന്ന് വരണം. എന്റെ പേരെന്താണ്? രമേഷ് പിഷാരടി. ഇവിടെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ചോദിച്ചപ്പോഴും ഇവിടെ നിന്നായിരുന്നു ആൻസർ വരാൻ. ഇനി അമൃതയോടാണ് ക്വസ്റ്റ്യൻ. ഈ ആന്റിയുടെ പേരെന്താണ്? 3 ഓപ്ഷൻ തരും. ഓക്കെ ആണോ? കത്രീന കൈഫ്, ദീപിക പദുക്കോൺ, രചന നാരായണൻകുട്ടി. രചന നാരായണൻകുട്ടി. എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? അതൊക്കെ വലിയ കഴിവ് തന്നെ കേട്ടോ. ഇനി കോമൺ ക്വസ്റ്റ്യൻ 2 പെട്ടെന്ന് ആൻസർ പറയണം. ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? മോള് ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? വാലാട്ടി. വാലാട്ടി. സൂപ്പർ. ഒരു പട്ടികളുടെ സിനിമ. മോളോ സിനിമ കണ്ടത് ഏതാ? ഇന്നലെ ഏതെങ്കിലും സിനിമ കണ്ടോ? ഇല്ല. മെനങ്ങാന്ന് തിയേറ്ററിൽ പോയ സിനിമ കണ്ട ലാസ്റ്റ്? ലൂസിഫർ ആണോ കണ്ടേ? ഇപ്പൊ 2 വർഷം മുന്നേ ആണോ? അയ്യോടാ സിനിമ കണ്ടേ? ആണല്ലേ? ഞാൻ ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. മക്കളെ, ഒരു സയൻസ് ആണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? നല്ല ചോദ്യമാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? റിപ്പീറ്റ് പ്ലീസ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? ഇവിടുന്ന് ചന്ദ്രനിലേക്ക്. മേടിക്ക്. ആഹാ, സൂപ്പർ. കറക്റ്റ് ആട്ടോ. പക്ഷെ അത് കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യം ആകുമ്പോൾ അതിനകത്തൊരു കുസൃതി വേണ്ടേ? ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യത്തിൽ നമ്മൾ ഉത്തരം എന്ത് പറയും? ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ദൂരം കൂടുതൽ. കാരണം അതെങ്ങനെ? തിരുവനന്തപുരം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല, ചന്ദ്രനെ നോക്കിയാൽ കാണാം. അപ്പൊ ഇനി ഇവര് 2 പേരിൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ചോദ്യമാണ്. ആൻസർ അറിയുന്നവര് കൈ പൊക്കണം, എന്നിട്ട് 2 പേരും പറയണം. റെഡിയാണോ? ആർക്ക് വേണേലും പറയാം കേട്ടോ. ആർക്ക് വേണേ പറയാം. ചാടി കയറി പറയരുത്, കൈ പൊക്കണം, എന്നിട്ട് ആൻസർ പറയണം. ഓക്കെ? കൈ പൊക്കണേ. നമ്മൾ തിന്നുന്ന ചോറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എന്താണത് സാധനം? എന്താ? അരി. ഓക്കെ. അപ്പം അമൃത രണ്ടാമത് കേട്ടോ. ആദ്യം. ഓക്കെ ഓക്കെ മക്കളെ. അപ്പൊ നമുക്ക് അൻഷിതയുടെ പെർഫോമൻസ് ആദ്യം കാണാം. ഓക്കെ. ഹായ്, എൻ്റെ പേര് അൻഷിത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ പറയാൻ പോണതേ അമ്പിളിയമ്മാവനെ കുറിച്ചാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും
മാനത്ത് കാണണ അമ്പിളി അമ്മാവൻ. അല്ലാട്ടോ, എൻ്റെ വീട്ടിൻ്റെ അടുത്തേ ഒരു ചേച്ചിയുണ്ട്. അമ്പിളി എന്നാണ് പേര്. അമ്പിളി ചേച്ചിയുടെ അമ്മാവനെ കുറിച്ച് സാധാരണ പല വീട്ടിലും കാണും ഒരു അമ്മാവൻ. അങ്ങനത്തെ ഒരാളാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ദിവസം അമ്പിളി ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നു. ഇതറിഞ്ഞ അമ്മാവനെ വലിയ ജാട കാണിക്കാൻ വേണ്ടി നല്ല സെറ്റും മുണ്ടെടുത്ത് ആയിട്ട് ചെന്നു. അപ്പോൾ അമ്പിളി ചേച്ചിയുടെ അമ്മ പറയാ, ഇതാണ് തലയ്ക്ക് മൂത്ത ആള്. അപ്പൊ തന്നെ ചെറുക്കൻ്റെ കൂട്ടര് അങ്ങനെയാണെങ്കിൽ ഇയാളെ കുതിരട്ടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലോ കൊണ്ടിട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാവും, കല്യാണം നടക്കത്തില്ല. ഇത് കേട്ട അമ്മാവൻ പ്രഷർ കൂടി തല കറങ്ങി വീണു. പുള്ളി വീണത് കൊണ്ട് ഏകദേശം കല്യാണം ഫിക്സായി. ഞങ്ങൾ കല്യാണത്തിന് പോയതേ തിരുവല്ല ചങ്ങനാശ്ശേരി വഴിയാ. തിരുവല്ല എന്ന സ്ഥലത്ത് തിരുവല്ല എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ തിരിവും വളവുണ്ട്. ഇതൊന്നും നോക്കാതെ അമ്മാവൻ നേരെ മധുരം അടിച്ചു. ഇതന്നെ പോലീസ് വന്ന് അമ്മാവനോട് ചോദിച്ചു, തനിക്കെന്താടോ കണ്ടാണില്ലേ, ഇവിടെ തിരുവല്ല എഴുതി കണ്ടില്ലേ? അപ്പോൾ അമ്മാവൻ പോലീസിനോട് പറയാ, തിരിവുള്ള സ്ഥലത്ത് തിരുവല്ലേ സാർ എഴുതണ്ടേ, എന്തിനാ തിരുവല്ല എഴുതിയിരിക്കണേ? പോലീസിന് ദേഷ്യം വന്ന് 1000 കൂടെ പെറ്റി കൊടുത്തു. അങ്ങനെ മണവടിയും പ്രശ്നമാക്കി. അങ്ങനെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ച് കല്യാണ മണ്ഡപത്തിലെത്തി. ചെറുക്കൻ്റെ അമ്മാവനെ തമിഴ്നാട്ടിൽ തന്നെ. അമ്മാവൻ നമ്മുടെ അമ്മാവനോട് കൊഞ്ചം വളിവിടുങ്കോ കൊഞ്ചം വളിവിടുങ്കോ. ഇത് കേട്ട് അമ്മാവന് ചിരി വന്നു. അപ്പോൾ അമ്മാവൻ പറയാ, ഞാനിതൊന്നും ചെയ്യില്ല, വേണമെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. Thank you for your soul, such a life for your click. Summer shimmy he's like a snap. Thank you for your soul, such a life for your click. Summer shimmy he's like a snap. ഇത് കേട്ട് ചെറുക്കൻ്റെ അമ്മാവൻ പറയാ, തനിക്ക് ഈ പാട്ടല്ലേ അറിയൂ, ഞാനൊരു പാട്ട് പാടിത്തരാം. I bring you friend, this step friend പണം, this step friend പണം, this step friend പണം, കച്ചങ്കച്ചങ്കച്ച set you don't like wo wo wo, set you don't like aha ha, test step friend പണം, test step friend പണം, test step friend പണം, കച്ചങ്കച്ചങ്കച്ച set you don't like wo wo wo, set you don't like aha ha. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ പാട്ടോട് പാട്ട്. കല്യാണമാണോ അതോ ഗാനമേളയാണോ ഒന്നും പിടികിട്ടണില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കാല് തൊടൽ ചടങ്ങുണ്ടല്ലോ. അപ്പോ അമ്മാനെ കാല് തൊട്ടു. അമ്മാവൻ പറയാ, രണ്ടും പാറ വെച്ച പൊളിയുംന്ന്. ഇത് കേട്ട് അമ്പലത്തേക്ക് ദേഷ്യം വന്ന് അമ്മാവൻ ഒരു നോട്ടം നോക്കി. അപ്പൊ തന്നെ അമ്മാവൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നേ, നാളികാലം പാര വെച്ച പൊളിയൊന്ന്. അമ്പിളിച്ചേച്ചിക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാണ് അമ്മാവൻ, എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ അമ്പിളി അമ്മാവൻ. താങ്ക് യു. അയ്യോ അൻഷിത, എന്ത് രസമായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. സ്റ്റാൻഡപ്പ് പറഞ്ഞു, പാട്ട് പാടി തന്നു, സൂപ്പർ ആയിരുന്നു. ചോദിച്ചു വെക്കാം, അവരോട് ചോദിക്കാം. രമേശേട്ടാ, ഈ അമ്പിളി അമ്മാവൻ ശരിക്കുമുള്ള ഒരു മനുഷ്യനാണോ? ആണോ ആണോ ആരത്? ശരിക്കും അമ്പിളി സോറി. പറഞ്ഞോ. ഇത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ലേ? പിന്നെ ആ മോളുണ്ടാക്കിയതല്ലേ, ഉമ്മ പഠിപ്പിച്ചു തന്നാണ് അമ്പിളി അമ്മാവന്റെ കഥകള് അല്ലേ? ശരിക്കും അമ്മാവനുണ്ടോ? മാമയുണ്ടോ ശരിക്കും? മാമ നല്ല മാമയാണോ അതോ ഈ അമ്പിളി അമ്മാവനെ പോലുള്ള മാമയാണോ? നല്ല മാമന. നല്ല മാമനാ. ആ മാമൻ എന്തൊക്കെയാ ഗിഫ്റ്റ് മേടിച്ചു തരാറ്? ആ മാമൻ എന്തൊക്കെയാ ഗിഫ്റ്റ് വാങ്ങി തരാറ്? അങ്ങനെ ചോദിച്ചാൽ ആ മാമൻ, എന്റെ മാമ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്ക്. മാമ ഒന്നും വാങ്ങിച്ചു തരാറില്ല. വെറുതെ കോമഡി സംസാരിച്ചിരിക്കും, കോമഡി പറഞ്ഞിരിക്കും. വെറുതെ കോമഡി പറഞ്ഞോണ്ടിരിക്കുക. അതെ, മാമനോട് ഞാൻ തീർത്ത് പറയാം, കൊച്ചിന് വരുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോണം. വെറുതെ കോമഡി പറയാനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. മാമൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്.
മോക്ക് എന്താ ഗിഫ്റ്റ് മാമ മേടിച്ച് തരേണ്ടത്? എനിക്ക് എന്തെങ്കിലും മതി. ഏ എനിക്ക് എന്തെങ്കിലും മതി. അങ്ങനെ ഇന്ന സാധനം ഒന്നുമില്ല അല്ലേ? ശരി. ആ അൻഷിതക്കുട്ടി, ആ ഈ കല്യാണത്തിന് എല്ലാരും വീട്ടിൽ നിന്ന് ഒരുമിച്ചാ പോവല്? അല്ല, ഇതൊക്കെ അമ്മയുടെ തോന്നലിൽ ഉണ്ടാക്കിയ കഥയാണല്ലേ? ശരിക്കും ഇങ്ങനെ ഒരു അമ്പിളിയമ്മാവൻ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അമ്പിളിയമ്മാവൻ ശരിക്കും ഉണ്ടായിരുന്നു വിചാരിക്കൂ, അപ്പൊ എന്ത് ചെയ്യും? എനിക്കറിയില്ല, പോലീസ് പിടിച്ചു പോകും. എന്നെയൊക്കെ പോലീസ് പിടിച്ച് ജയിലിലിടും. ജയിലിലിടും. ആ. വലുതാവുമ്പോ ആരാവണമെന്ന് ആഗ്രഹം? ടീച്ചർ. ദേ ഒരു ടീച്ചർ ഇരിക്കുന്നു, പഴയ ടീച്ചർ ഇത്. എന്ത് പഠിപ്പിക്കണ ടീച്ചർ? മാത്സ്, ആ. പിന്നെ മലയാളം, ആ പിന്നെ ആ സയൻസ്. ആ അപ്പൊ LP സ്കൂളിലെ ടീച്ചർ ആവണം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുട്ടി ടീച്ചർ ആവോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാം. ആ വൈറ്റ് ഉടുപ്പിട്ട് നിൽക്കുന്നത് ഒരു കുട്ടിയാണ്. ഒന്ന് ടീച്ചറായിട്ട് ഒന്ന് പഠിപ്പിച്ചാൽ നോക്കട്ടെ എങ്ങനെയാ പഠിപ്പിക്കാന്നൊക്കെ. അതൊരു കുട്ടിയാട്ടോ, ടീച്ചറാട്ടോ, മോളെ ടീച്ചറാട്ടോ. ആ നടന്നു വാ. അപ്പൊ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയും. ആ പറയാം. ബാക്കിൽ പോയിട്ട് നടന്നു വാ. ഇനിയും ബാക്കിൽ പോകോ. അവിടുന്ന് നടന്നു വരുമ്പോ അവിടുന്ന് മതി കേട്ടോ. ഡയാന ഗുഡ് മോർണിംഗ് ടീച്ചർ പറയണം കേട്ടോ. കാണാലോ, ബാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഓൺ. സിറ്റ് ഓൺ. സിറ്റ് ഓൺ. ഓക്കെ, ശരി. സിറ്റ് ഡൗൺ അല്ലേ? സിറ്റ് ഡൗൺ. ഓക്കെ, ഇരുന്നു കേട്ടോ. ടീച്ചർ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ? സയൻസ്. സയൻസ് ആണ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തു, നോട്ടും എടുത്തു. സയൻസിലല്ലേ നമ്മൾ പഠിച്ച പാഠം വരെ പഠിക്കാം. പരീക്ഷയ്ക്ക് വരും. ഞാനൊരു പഠിക്കണം. പഠിക്കണം, എല്ലാം പഠിക്കണം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ഓഹോ, ചോദിച്ചോ, ചോദ്യം ചോദിച്ചോ. ഈ ലോകത്തെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഈശ്വര, മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. ഏറ്റവും വലിയ ചിത്രശലഭോ? ഏറ്റവും വലിയ പുഷ്പം പറഞ്ഞാ മതിയോ? വേണ്ട. വേണ്ടേ? ഓക്കെ. ഈ രമേശ് അങ്കിളിനെ അറിയാം. പറഞ്ഞേ. ഫ്രിഡാനോ ബിലോഷ്യസ്. നോ. ഒറീസ സാറ്റിവ? അല്ല, ഞാൻ പറയാം. മസീന ഗരുഡശലഭം. 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 അതൊക്കെ താത്തയ്ക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല. അല്ലേ താത്ത? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നിങ്ങളൊക്കെ മയക്കും പിടിച്ചോണ്ടിരിക്കണ കാരണം പറയൂന്ന് വിചാരിച്ചാൽ മിണ്ടാണ്ടിരുന്നേ. ഏറ്റവും ചെറിയ ശലഭം ഏതാ? ചിത്രശലഭം. തുമ്പി അല്ലേ? അല്ല, രത്നനീലി. രത്നനീലി. എൻസൈക്ലോപീഡിയ ആയിട്ട് വന്നേക്കേണ്ട. സ്റ്റാൻഡപ്പ് മാത്രല്ല, എല്ലാം കയ്യിലുണ്ട്. എന്നാ ഞാനൊരു ഇംഗ്ലീഷ് ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാമോ? പറയാമോ? എ സിറ്റി ഫുൾ ഓഫ് മാഡ് ഹാഫ് ഓഫ് റാസ്കൽ. ഞാൻ മലയാളം മീഡിയാണ്. ആദ്യമേ പറഞ്ഞ കുഞ്ഞു മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നതെന്ന്. സിലി ഗേൾ. എന്നാ ഈ മലയാളം ചോദ്യം ചോദിക്കട്ടെ. ഭിത്തിക്കുള്ളിലൂടെ കടന്നു പോകാൻ മനുഷ്യർ കണ്ടുപിടിച്ച ഉപകരണം. ഒന്നുകൂടി പറയോ? ഭിത്തിക്കുള്ളിലൂടെ കടക്കാൻ മനുഷ്യർ കണ്ടുപിടിച്ച ഉപകരണം. വീട്ടിലുണ്ട്. എനിക്ക് അറിയാൻ പറ്റുമോ? എനിക്കറിയാം, വീട്ടിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. എല്ലാവരുടെ വീട്ടിലുണ്ട്. അറിഞ്ഞോടാ? കുഴിയാണോ? കുഴിയാ? കുഴി കൂടെ മനുഷ്യൻ കടന്നു പോണേ. വാതിലി. മെഡിക്ക്. അപ്പോ നമുക്ക് എന്നാ മാർക്സ് ഉണ്ട് കേട്ടോ. മാർക്സ് ഇപ്പോഴെല്ലാം അറിയുന്ന, കുറച്ച് കഴിഞ്ഞിട്ട് അങ്കിള് പറയും. അങ്കിളും ആന്റിയും കൂടെ പറയും. ഓക്കെ, അപ്പൊ കാണാം. ഓൾ ദി ബെസ്റ്റ്. അമ്മായിയോട് ഇപ്പൊ യാത്ര പറഞ്ഞേര്. അങ്കിളും ആന്റിയും മാർക്ക് പറയുന്ന സ്ഥിതിക്ക് അമ്മായിയോട് യാത്ര പറഞ്ഞോളാൻ പറഞ്ഞതാ. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോമൻസ് നമുക്ക് ഒരുപാട് സ്നേഹം കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ലിറ്റിൽ അമൃത. ഹായ്, ഹലോ. എൻ്റെ പേര് അമൃത അനിൽകുമാർ. ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് പറയാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും വൈറലാവണം, ഫേമസ് ആവണം, എന്നെ TV കാണണം, സിനിമയെ കാണണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രമേശ് ചേട്ടൻ്റെ ഒരു വീഡിയോ കാണുന്നത്.
പെൺതാരങ്ങൾക്ക് സ്വാഗതം. പിന്നെ ഒന്നും നോക്കിയില്ല, പൊട്ടത്തും എറണാകുളത്തേക്ക് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് അവരുടെ സൗന്ദര്യം. അതിനുവേണ്ടി 3 ദിവസം കുളിച്ചില്ലെങ്കിലും മേക്കപ്പ് ഇടാതെ ആരും പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഞങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതങ്ങനെയാ, അമ്മ എപ്പോഴും മൊത്തം ഫൗണ്ടേഷൻ ഇട്ടിട്ട് പൈസ തീർക്കലല്ലേ പണി. പിന്നെങ്ങനെയാ ഞങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ പണി തീരുന്നത്? ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചപ്പം അമ്മ 10 രൂപ കൊടുത്ത് 100 പേജ് തികച്ചില്ലാത്തൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് അമ്മയുടെ ഒരു ചോദ്യം, നീ എന്നാ ഡെയിലി ബുക്ക് ചെയ്യുന്ന പേജ് വലിച്ച് കയറി കളയുവാണോ എന്ന്. അമ്മയുടെ പറച്ചിൽ കേട്ടാത്തോന്നല്ലോ, 10 രൂപയുടെ ബുക്കിൽ 500 പേജ് കാണുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം സ്കൂൾ ബസ്സിൽ വരുന്ന കണ്ടിട്ട് എനിക്കും കൊതി വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ ഈ വർഷം സ്കൂൾ ബസ്സിൽ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന്. അന്നേരം അമ്മ പറഞ്ഞു, എനിക്കൊന്നും പറ്റത്തില്ല. പണ്ട് ഞാൻ, എൻ്റെ അപ്പൂപ്പൻ, അമ്മുമ്മ, ചിറ്റമ്മ, ചിറ്റപ്പൻ, പേരമ്മ, പേരപ്പൻ ഞങ്ങളൊക്കെ 10 കിലോമീറ്റർ നടന്നായിരുന്നു പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പരത്തില്ലെന്ന് അമ്മ പറഞ്ഞു. ഇവരൊക്കെ സ്കൂളിന്റെ പടിവാതിൽ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് മാത്രം അറിയാം. സ്കൂളൊക്കെ തുറന്നപ്പോ അമ്മ എനിക്കൊരു കുട മേടിച്ചു തന്നു. പക്ഷെ സ്കൂൾ അടച്ചുകൊണ്ട് കുട വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു ദിവസം അമ്മ അതിൽ പഞ്ചാര ഉണങ്ങാനിട്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്നെ പഞ്ചാരയും കൂട്ടി ഉറുമ്പ് കുട മൊത്തം തിന്ന് എണ്ണാത്തില്ലാത്ത അത്ര ഓട്ടയാക്കി വെച്ചു. ഈ ഓട്ടയുള്ള കുടയും പിടിച്ച് ഞാൻ സ്കൂളിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഈ മഴയിൽ നനഞ്ഞ് സ്കൂളിൽ പോകുന്നത്? കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കൊരു പുതിയ കുട മേടിച്ച് തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊന്നും പറ്റത്തില്ല. പണ്ട് ഞാൻ ഈ മഴയൊക്കെ നനഞ്ഞായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന, പറ്റത്തില്ലെന്ന് അമ്മ പറഞ്ഞു. അമ്മയുടെ ഈ ബൊമ്മ കേൾക്കാനാ പാട്. എൻ്റെ അപ്പാടെ കാര്യം പറയണ്ട. 3000 രൂപയുടെ ഷൂ ആയിരുന്നെങ്കിൽ കീറി സോക്സ് ആണ് ഇടുന്നത്. അതാകുമ്പോൾ ആരും കാണില്ലല്ലോ. ഇനി എൻ്റെ അമ്മൂമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതേ ഇടൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാവേ. ഇപ്പം മഞ്ഞ സാരി ഇടണം, മഞ്ഞ പൊട്ട്, മഞ്ഞ മാല, മഞ്ഞ കമ്മല്, മഞ്ഞ ചെരുപ്പ്. എന്തിനധികം പറയണം? 3 ആഴ്ച പല്ല് പോലും തേക്കത്തില്ല. അതാകുമ്പോൾ പല്ലും മഞ്ഞിക്കുമല്ലോ. ഇനി എൻ്റെ പപ്പ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനാട്ടോ. എപ്പോഴും പപ്പ പറയുന്നത് ഞാൻ പഠിച്ചു വലിയ ആളാണെന്ന്. പക്ഷെ രമേശ് ചേട്ടാ, നമ്മൾ കഴിച്ചല്ലേ വലിയ ആളാണെന്നോ വലിയ സൈസ് വെക്കുന്നോ ഒക്കെ. ഇതൊന്നും എൻ്റെ പപ്പായ്ക്ക് അറിയില്ലെന്നേ. പിന്നെ ചില സിനിമകളിലൊക്കെ കാണാറില്ല ബാത്റൂമിൽ ഫാൻസി പോലെ സാധനങ്ങൾ ഇരിക്കുന്നത്. അതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ടേ ഒരു ബ്ലേഡ് പോലത്തെ ഒരു സോപ്പ്, ആർക്കും ഉപയോഗമില്ലാത്തൊരു ചകിരി. ഇനി കിഷോർ മാമൻ. ഞങ്ങളുടെ വീട്ടിൽ ചായ അടിക്കുന്ന പണ്ട് തൊട്ടേ കിഷോർ മാമന് ഷഡ്ഡി ഒരു അലർജിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ചായ അടിക്കുന്നതായിരിക്കും കിഷോർ മാമന്റെ ഷഡ്ഡി ഒരു പോലെയാണ് ഇരിക്കുന്നത്. കാരണം കിഷോർ മാമന്റെ ഷഡ്ഡിയിൽ എണ്ണയാ തീരാത്ത അത്ര ഓട്ടമുണ്ട്. ഇതില് കിഷോർ മാമൻ ഏത് അരിപ്പേന്ന് തിരിച്ചറിയാത്ത അവസ്ഥയായിപ്പോയി ഇപ്പം. എൻ്റെ അനിയനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു, എടാ ഒരു നേഴ്സറി പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവൻ പാടുക, കാക്കേ കാക്കേ നെസ്റ്റ് എവിടെ, നെസ്റ്റിനകത്തൊരു ബേബി ഉണ്ടോ, ബേബിക്ക് ഫുഡ് കൊടുക്കേണ്ടേ, ബേബി കിടന്ന് ക്രയൂലേ, കിഡേ കിഡേ നീ തരുമോ നിന്നോട് കയ്യിലെ KFC, ഇല്ല തരില്ല KFC, അയ്യോ കാക്കേ പ്ലിങ്കിപ്പോയി എന്നവൻ പാടുക. പിന്നെ എൻ്റെ കാര്യം ആനകളുടെ ഇടയിൽപ്പെട്ടു ഒരു പാവം മാട്ടുംകുട്ടിയുടെ അവസ്ഥയാണ് എനിക്ക്. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഇതാരായി സ്ക്രിപ്റ്റ് പഠിപ്പിച്ചു തന്നെ? അമ്മ. അമ്മയാണോ? നന്നായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളി മിടുക്കി. ചോദിക്കാം പോലെ ചോദിക്കാം. ആ രമേശ് ചേട്ടാ, ആ കിഷോർ മാമൻ എവിടെ ഉണ്ട്? എടോ താൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ മിണ്ടുള്ളൂ, അത് കഴിഞ്ഞാൽ മിണ്ടൂലേ? എന്നാ എന്താ മിണ്ടാത്ത? ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്താ ആൻസർ പറയാത്തെ? ഗുഡ് ഗേൾ ആയിട്ട് പറയണ്ടേ എന്നോട് എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ? കിഷോർ മാമൻ എവിടെയുണ്ട് എന്നാ ചോദിച്ചേ. കിഷോർ മാമൻ ഇല്ല. അപ്പൊ അതുമില്ല. അത് കോമഡി ആയിരുന്നോ? ഞാനോർത്തു ശരിക്കൊരു കിഷോർ മാമൻ അങ്ങനെ ഉണ്ടെന്ന്. അത് കോമഡി ആണെങ്കിൽ അത് സൂപ്പറായി, ഒന്നും പേടിക്കാനില്ല കേട്ടാ, അതിഗംഭീരമായി. വീട്ടിലാരൊക്കെ അനിയൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അനിയൻ എത്ര വയസ്സായി? 4. അവൻ കോമഡിയൊക്കെ പറയോ? ഇല്ല, അവൻ ഏത് പാട്ട് വെച്ചാലോ ഡാൻസ് കളിക്കുന്നത്? ആര്? അനിയൻ. പാലാപ്പള്ളി.
പാലാപ്പള്ളി തിരുപ്പള്ളി വെച്ച് അവൻ അപ്പൊ ഡാൻസ് തുടങ്ങും അല്ലേ? ഞാനൊരു ദിവസം നിങ്ങളുടെ വീടിന്റെ അതിലേക്ക് കൂടെ ഇപ്പൊ കണ്ടായിരുന്നു സിറ്റ് ഔട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അമൃതക്കുട്ടി, ഈ ഉടുപ്പാര മേടിച്ചെന്ന് അമ്മ. ഈ ഒന്നും അങ്ങോട്ട് തിരിയോ, തിരിഞ്ഞു നിക്കോ ചേച്ചി, ആ മുടി ഒന്ന് കാണട്ടെ. ഓ, ഒരുപാടുണ്ടല്ലോ. കൊറേ എണ്ണയൊക്കെ തേച്ച് വളർത്തിയതാ? അല്ല. തന്നെ വളർന്നതാ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. താങ്ക് യു. മോള് വീട്ടിൽ ചെല്ലുമ്പോ തന്നെ ഒത്തിരി കടുകെടുത്ത് ഇങ്ങനെ അതെ, കാണിച്ചു. ഒഴിഞ്ഞിടണേ. ഇവിടെ ചില മുടിയില്ലാത്ത ആന്റിമാര് കൊതി വെച്ചിട്ടുണ്ട്. അമൃതക്കുട്ടി ഏത് സ്കൂളിലാ? സെന്റ് തെരേസ. സെന്റ് തെരേസ. അമൃതക്കുട്ടി നല്ല രസമായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സന്തോഷത്തോടു കൂടിയാ പറഞ്ഞേ. പക്ഷേ ഈ കാക്കി കാക്കി കൂടെ ഇവിടെ പാട്ടില്ലേ ആദ്യം ഈ രമേശ് അങ്കിള് ചോദിച്ചത്? ആ. അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാ അല്ലേ? അത് മലയാളം അല്ലേ? ഇംഗ്ലീഷും രണ്ടും കൂടെ തലേ കയറിയിട്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കായിരുന്നു. നമുക്കിത് അറിയില്ലല്ലോ. ഇനി ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം ഇംഗ്ലീഷ് ചോദിച്ചേനെ. അപ്പൊ ശരി, ഞാൻ ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. It offers the dipsonance. It's what? പറയൂ. ചോദ്യം മനസ്സിലായില്ല എന്ന് പറ മോളെ. ചോദ്യം മനസ്സിലായില്ല. In case of the dipsonance of what? It's dipsonance what? അങ്കിളിനോട് എന്നെ പറയാൻ പറയേ. Splendensky, correct answer. ഞാൻ വിചാരിച്ചു മോക്ക് അറിയത്തില്ല കേട്ടോ, അതാണ് ഞാൻ തിരികെ ചോദിക്കാനൊക്കെ പറഞ്ഞു. ഇടുക്കി ശരി, ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ അവയ്ക്ക്? എന്താ? ഒരു പാട്ട് പാടിത്തരുമോ നല്ലത്? ഏതെങ്കിലും ഒരെണ്ണം. ലളിതഗാനം. കുറെ നാളായി ഒരു ലളിതഗാനം കേട്ടിട്ട്. അതാ നിപ്പം ആ മട്ടിനും ലളിതഗാനത്തിന് മേളിൽ ഒരു സംഭവം ഇല്ല ഇനി. ഓടാ കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗില മാൻവാസ ക്രീഡാ കഥയിലെ നായികേ വിരഹം താങ്ങാൻ അരുതാതി തുളസി കതിർന്നുള്ളാനി കൈനീട്ടി നിൽക്കെ പിന്നിൽ വന്നു കണ്ണുകൾ പൊത്തി നേർത്തൂർപ്പലമാല ചാർത്തി അവൾ നേർത്തൂർപ്പലമാല ചാർത്തി ഓടാ കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. മോളെ അമൃതേ, ഞാൻ കുറച്ച് IQ ടെസ്റ്റിങ് നടത്തട്ടെ? ഇപ്പം ഞാൻ 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാൻ പാടില്ലേ? മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അറിയാൻ പാടില്ലേ? 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 അറിയാൻ പാടില്ലേ? അപ്പം ഞാൻ 1 എന്ന് പറഞ്ഞാൽ അടുത്ത സംഖ്യ പറയണം. അടുത്ത സംഖ്യ ഏതാ? 2. അപ്പം ഞാൻ മലയാളത്തിൽ 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 2 എന്ന് പറയണം. ഞാൻ ഇംഗ്ലീഷിലാണ് പറയണതെന്നുണ്ടെങ്കിൽ അടുത്തത് മലയാളത്തിൽ പറയണം. പറയട്ടെ? 5 6 ഇംഗ്ലീഷിൽ പറയണം. അങ്ങനെ പറയണം. അപ്പൊ ശരി, തുടങ്ങാം. 3 4 കയ്യടിക്ക്. 4 5 7 ഇത്ര സമയം എടുക്കരുത്, സ്പീഡിൽ പറയണം. 8 8 1 1 കഴിഞ്ഞ 1 ആണോ? 1 കഴിഞ്ഞ 2 ആണോ പറയേണ്ടത്? 1 എന്ന് പറഞ്ഞ 2 ആണോ പറയേണ്ടത്? 2 കറക്റ്റാ. ശരി, ഇനി പെട്ടെന്ന് കൊടുക്കാൻ പോവാണ്. ഇതും കൂടെ പറഞ്ഞ പ്രചോദന 7 8 9 10 10. എല്ലാം നന്നായിരുന്നു കേട്ടോ. സ്റ്റാൻഡപ്പ് Thank you. കോമഡിയും പാട്ടും ഒക്കെ നന്നായിരുന്നു. ഇടുക്കി കുട്ടി. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മാർക്സ് അറിയാവേ. പച്ചപ്പറേ ടൈമിൽ ഇതേ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ സുന്ദരി കുട്ടികൾ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
ഏത് കോളേജിൽ നിന്നാണ് വരുന്നേ? ശ്രീ ഗോകുലം കോളേജ് പഴുവിൽ. പഴുവിൽ. ഏതാ? തൃശ്ശൂരാണോ? തൃശ്ശൂർ. തൃശ്ശൂരാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ സ്വാഗതം. എന്ത് കോളേജാണ്? ആർട്സ് ആൻഡ് സയൻസ് ആണോ? ശ്രീ ഗോകുലം കോളേജ് ഫോർ ആർട്സ് ആൻഡ് സയൻസ് ഫോർ വിമൻ. ഫോർ വിമൻ. ഫാക്കൽറ്റി ആണോ സംസാരിക്കുന്നത്? ടീച്ചറാണ്. മാമിന്റെ പേരെന്താ? ആര്യ. ഓക്കെ മാം, ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? ഞാൻ കൊമേഴ്സിലാണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ. ഏകദേശം എനിക്കൊരു 4 എപ്പിസോഡുകളോളം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ഫുൾ ഡേ അതെ, അതെ. ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? ഇഷ്ടമായോ? സൂപ്പറാണ്. സൂപ്പറാണ്. ഇങ്ങനെ മുൻപ് ഏതെങ്കിലും TV ഷോയ്ക്ക് ഓഡിയൻസ് ആയിട്ട് പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം. ടീച്ചർ കുട്ടികളോടും ചോദ്യം ചോദിക്കുമ്പോൾ അവരിങ്ങനെ തന്നെയാണ് ഉത്തരം പറയുന്നത്, യെസ് ഓർ നോ? ടീച്ചറെ, ഇനി ഓഡിയൻസ് ആയിട്ട് വിളിച്ച ഉടനെ അങ്ങ് പോവോ? യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, നന്നായി. അതൊരു ഭയങ്കര പോസിറ്റീവ് സൈഡ് ആണ് അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി പറയുന്ന, പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന അങ്ങനത്തെ കുട്ടികളുണ്ടാവും? അതെ, ഉണ്ടാകും. ഉണ്ട്. തമാശയൊക്കെ പറയുന്ന, മിമിക്രി കാണിക്കുന്ന ആൾക്കാരുണ്ടോ? തമാശ പറയും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. അവർ പറയുന്ന സമയത്ത് തന്നെ ചെയ്യും. കോളേജിന്റെ സമീപനം എങ്ങനെയാണ്? എന്തിനാണ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കോ കരിക്കുലർ ആക്ടിവിറ്റീസിനാണോ സ്റ്റഡീസിനാണോ? രണ്ടും ഒരേപോലെ മുന്നോട്ട് പോകുന്നു. അല്ല, ഈ കോളേജിനെ പറ്റി ഇപ്പൊ ടീച്ചർ എല്ലാം പറഞ്ഞല്ല. ഇനി ആ മൈക്ക് പിള്ളേർക്ക് കൊടുത്ത ടീച്ചറെ പറ്റി പിള്ളേരെന്താ പറയുന്നത്? മൈക്ക് ആരെങ്കിലും പിള്ളേരെ കൊടുത്തേ? ഒതുക്കുക. പിള്ളേരെ ഒരെണ്ണത്തിന്റെ അടുത്ത് മൈക്ക് കൊടുത്തേ. ടീച്ചറെ കുറിച്ച് പറഞ്ഞങ്ങ് തുടങ്ങിക്കോളൂ. മൈക്ക് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ച് മൈക്ക് കൊടുത്തപ്പോഴത്തേക്ക്. എങ്ങനെയാ ടീച്ചർ? എങ്ങനെയുണ്ട്? ടീച്ചർമാരൊക്കെ അടിപൊളിയാണ്. ഭയങ്കര സപ്പോർട്ടീവാണ് ടീച്ചേഴ്സ്. കാശൊക്കെ ചോദിച്ചാ കടം തരുമോ? തരും. തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? തിരിച്ചു കൊടുത്താലും തരും. അതെ, ടീച്ചറിന്റെ മുഖം മാറിപ്പോയിട്ടാ. ടീച്ചർ തിരിച്ചു കിട്ടാത്ത ആൾ തന്നെയാണ് പറഞ്ഞേക്കണേന്ന് തോന്നണേ. എന്തായാലും നല്ല അടിപൊളി ടീച്ചർമാരാണെന്നാ തോന്നണേ അല്ലേ? നല്ല കോമഡി ഒക്കെ പറയോ ടീച്ചർ? ഇല്ല, ഞങ്ങള് കോമഡി പറയുമ്പോ ടീച്ചർ മിണ്ടാടിക്കാനാ പറയാ. കണ്ടോ, ടീച്ചർ സപ്പോർട്ടീവാന്ന് പറഞ്ഞു. ടീച്ചർ സീരിയസ് ആയിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഇവര് കോമഡി പറയും, അതുകൊണ്ടാണ് മിണ്ടായിരിക്കാൻ പറഞ്ഞത്. അല്ലാതെ കോമഡി പറയേണ്ട സമയത്തല്ലത് പറയുന്നത് അല്ലേ? Anyway, happy to have you all here with us. Okay, very good. കുട്ടൻ വിളിച്ചുടനെ കട്ടപ്പണി പെട്ടെന്നാക്കുവാ. കെട്ടുനീല കെട്ടുവാ, ഒട്ടുമിക്ക നേരവും കഷ്ടപ്പാടും മുട്ടൻ പണിയും. ചിമ്മിനിയും പണിഞ്ഞ് സ്നേഹമതിൽ വളഞ്ഞ് 8 ചട്ടി പരിക്കനുണ്ടേ. ബാക്കി ലോക്ക് കട്ട പകുതിയുണ്ടേ. കുട്ടൻ വിളിച്ചുടനെ കട്ടപ്പണി പെട്ടെന്നാക്കുവാ. കെട്ടുനീല കെട്ടുവാ, ഒട്ടുമിക്ക നേരവും കഷ്ടപ്പാടും മുട്ടൻ പണിയും. ചിമ്മിനിയും പണിഞ്ഞ് സ്നേഹമതിൽ വളഞ്ഞ് 8 ചട്ടി പരിക്കനുണ്ടേ. ബാക്കി ലോക്ക് കട്ട പകുതിയുണ്ടേ. നല്ലിനം മാർബിളുണ്ടേ, നല്ല ഗ്രാനൈറ്റും കണ്ടേ. ശനിവരെ പണിയത് ഉണ്ടേ. ചാന്ത് കൂട്ടേണ്ടതുണ്ടേ, ചട്ടി പൊക്കേണ്ടതുണ്ടേ. പണി കഴിഞ്ഞൊഴിവത് സൺഡേ. ചെറുതടിച്ച് കിറുങ്ങി വീണാൽ തിങ്കളാഴ്ച ഒഴിവതുണ്ടേ. എല്ലാരും കൃത്യമായി പണിക്കതുണ്ടേ. എല്ലാവർക്കും വാർക്ക പണി കൃത്യമായുണ്ടേ. നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ 2 കുരുന്നുകളാണ് വന്നത്. ശരിക്കും ഇതിനകത്ത് നമുക്ക് വേണേൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കണ്ടുപിടിക്കാൻ പറയാം. അതൊക്കെ സാധിക്കുമെങ്കിലും ഇവർ രണ്ടുപേരും നമ്മളെ ഒരുപാട് രസിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇവിടുന്നില്ല. നമ്മൾ 2 പേർക്കും സമ്മാനങ്ങൾ കൊടുക്കുകയാണ്.
വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്.